إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن ثقلت موازينه فأولئك هم المفلحون ومن خفت موازينه فأولئك الذين خسروا أنفسهم في جهنم خالدون അല്ലാഹു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ ഈമാനിന്റെയും തഖ്വയുടെയും അടിസ്ഥാനത്തിൽ ഭംഗിയായി കൃത്യമായി നിർവഹിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമ്മൾ ശ്രമിക്കുക, മറക്കാതിരിക്കുക. അല്ലാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മൾ ചെയ്തിരിക്കേണ്ട, ചെയ്തുകൊണ്ടിരിക്കുന്ന സൽപ്രവർത്തനങ്ങൾ, ആരാധനകൾ, പുണ്യങ്ങൾ, ഇവയുടെയൊക്കെ വിവിധ തലങ്ങളായിരുന്നു നമ്മൾ സംസാരിച്ചത്. എന്തിന് സൽപ്രവർത്തനം ചെയ്യണം, എന്തുകൊണ്ട് ആരാധന നിരതമായി ജീവിക്കണം തുടങ്ങിയ കാര്യങ്ങൾ. അതിലേക്ക് ഏതാനും കാര്യങ്ങൾ കൂടി അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മെ ചേർത്ത് കേൾപ്പിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് പാരത്രിക ജീവിതത്തിൽ പരലോകത്ത് വെച്ച് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും അല്ലാഹു തൂക്കിക്കണക്കാക്കുമ്പോൾ ഖനം തൂങ്ങുന്ന പ്രവർത്തനങ്ങളായിരിക്കണം നമുക്കുണ്ടാവേണ്ടത് എന്ന കാര്യം. ഖുർആനും അക്കാര്യം ആവർത്തിക്കുന്നുണ്ട്. ആരുടെയെങ്കിലും മീസാൻ ഭാരം കൂടുകയാണെങ്കിൽ അവര് എല്ലാം കൊണ്ടും വിജയിച്ചവരാണ്. എന്നാൽ മീസാനിന്, തുലാസിന് ഭാരം കുറഞ്ഞു പോയാൽ അവര് എല്ലാം കൊണ്ടും സ്വയം നഷ്ടപ്പെട്ടവരാണ്. നരകത്തിലേക്ക് അവർക്ക് പോവേണ്ടി വരികയും ചെയ്യും എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ നമ്മുടെ പ്രവർത്തനങ്ങൾ തൂക്കി കണക്കാക്കുവാനുള്ള ഒരു മാനദണ്ഡമാണ് ഈ ലോകത്ത് നമ്മൾ മീസാൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏത് കാര്യങ്ങളും തൂക്കി അല്ലെങ്കിൽ വാങ്ങുകയും കൊടുക്കുകയും ചെയ്യും. ഈ ഒരു മാനദണ്ഡം തന്നെയാണ് അല്ലാഹു വളരെ നീതിബോധത്തോടുകൂടെ നമുക്ക് നൽകേണ്ടതായ പ്രതിഫലം നൽകാൻ സ്വീകരിച്ചിരിക്കുന്നത്. നമ്മൾ നോക്കുന്നത് പോലെ ആവണമെന്നില്ല. എന്നാൽ പോലും മീസാൻ എന്ന ഈ സങ്കല്പം, ആ വിശ്വാസം ഈമാനിന്റെ, ഇസ്ലാമിന്റെ, ഖുർആന്റെ അധ്യാപനങ്ങളുടെ ഒക്കെ ഭാഗമായിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നമുക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഒന്ന് പട്ടികയാക്കുക. ജീവിക്കാൻ വെച്ചിരിക്കുന്ന 60, 70, 80 വയസ്സ്, അതിനിടയിൽ ലഭിച്ചിരിക്കുന്ന നല്ല ആരോഗ്യം, ഉന്മേഷമുള്ള മനസ്സ്,
പ്രവർത്തന താല്പര്യം, അതിനാവശ്യമായ ഒഴിവ് സമയം, അത്യാവശ്യം സമ്പത്ത്, മക്കൾ, ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത അനുഗ്രഹങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ഒന്നും എനിക്ക് ലഭിച്ചില്ല എന്ന് പരാതിപ്പെടുന്ന ആൾക്കും ധാരാളമായിട്ട് പടച്ചവൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പറഞ്ഞ അനുഗ്രഹങ്ങളൊക്കെ ഒരു ഭാഗത്തും, മറുഭാഗത്ത് നാം ചെയ്തുകൊണ്ടിരിക്കുന്ന പുണ്യങ്ങൾ, നമസ്കാരം, ആരാധന, സൽപ്രവർത്തനങ്ങൾ എന്നിവയൊക്കെ ഒരു ഭാഗത്തും വെച്ച് നാം തുലനം ചെയ്താൽ, താരതമ്യം ചെയ്താൽ ഏതായിരിക്കും മികച്ചു നിൽക്കുക എന്നത് നമുക്ക് ഇപ്പോൾ ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. അതുതന്നെയാണ് ഈ പറഞ്ഞ പരലോകത്ത് പോയാലും ഉണ്ടാവുന്നത്. അപ്പൊ ഈ പറഞ്ഞ പോലെ അല്ലാഹു നൽകിയിരിക്കുന്ന, ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്ന ഈ അനുഗ്രഹങ്ങൾക്ക് അടുത്ത് നിൽക്കുവാൻ നമ്മൾ എത്ര അധ്വാനിച്ചാലും പ്രവർത്തിച്ചാലും പുണ്യങ്ങൾ കൊണ്ട് മതിയാവില്ല എന്ന ഒരു തിരിച്ചറിവാണ് സൽപ്രവർത്തനങ്ങൾ ധാരാളമായി അധികരിപ്പിച്ചു കൊണ്ടിരിക്കുക എന്നതിലേക്ക് പ്രോത്സാഹനമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്. മരിക്കുന്നത് വരെയും സുജൂദ് ചെയ്താലും നന്ദി പ്രകടിപ്പിച്ചാലും അല്ലാഹു ഇങ്ങോട്ട് നൽകിയിരിക്കുന്നതിന് സമാനമാവുകയില്ല എന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയും വളരെ പ്രാർത്ഥനാ നിരതമായി ആരാധനയിൽ കഴിച്ചു കൂട്ടിയതിനെ പറ്റി കാരണം പറഞ്ഞത് അതായിരുന്നു. അഫലാ അകൂന അബ്ദൻ ശകൂറ, പടച്ചവനോട്, അല്ലാഹുവിനോട് ഒരു നന്ദിയുള്ള മനുഷ്യനാവേട്ടെ ഞാൻ എന്നതായിരുന്നു അതിനെപ്പറ്റി അദ്ദേഹം ചോദിച്ചത്. അപ്പോൾ ആ ചോദ്യം നമുക്കെല്ലാം ബാധകമാണ്. അമലുകൾ ചെയ്യുവാൻ കിട്ടുന്ന സന്ദർഭങ്ങൾ, ഇത് നമ്മളുടെ അശ്രദ്ധ കൊണ്ടും താല്പര്യക്കുറവ് കൊണ്ടും ആ സന്ദർഭം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന കുറ്റബോധം, ഇതൊക്കെ അല്ലാഹുവിനോട് ഞാൻ നന്ദി കാണിക്കേണ്ടേ എന്ന് സ്വന്തത്തോട് ചോദിക്കേണ്ട ഒരു സന്ദർഭമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അങ്ങനെ ചോദിക്കുമ്പോൾ മാത്രമേ ഒരു നിമിഷം പോലും നഷ്ടപ്പെട്ടു പോവാതെ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ആയത്തിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മിസ്കാല ദർറ എന്നാണ്. അണുമണി തൂക്കം നന്മ. ആ ഒരു അളവ് പോലും നമ്മുടെ ഈ ലോകത്ത് ഇല്ല. നമുക്ക് ഇവിടെ പരിചയമുള്ളത് ഒരു വസ്തുവിന്റെ ഉൽപ്പന്നത്തിന്റെ വില കുറയുകയാണെങ്കിൽ അതിന്റെ അളക്കാനുള്ള മാനദണ്ഡം വലിയതായി. ഒരു കിലോ കല്ലിന് എത്രയാണ് വില എന്ന് ചോദിക്കാറില്ല. കല്ലും മണലും ഒക്കെ വില പറയുന്നത് അതിന്റെ മാനദണ്ഡം ലോഡാണ്. അവിടെ കിലോ പ്രശ്നമാവാറില്ല. എന്നാൽ അരിയും പഞ്ചസാരയും ശർക്കരയും ഒക്കെ നമ്മൾ ഒരു കിലോക്കാണ് വില പറയാറുള്ളത്. ഇനി സ്വർണമാണെങ്കിലോ ഒരു കിലോ സ്വർണത്തിന് എത്രയും ആരും അന്വേഷിക്കാറില്ല. ഒരു ഗ്രാമം അല്ലെങ്കിൽ ഒരു പവനാണ്. അതായത് വസ്തുവിന്റെ മൂല്യം കൂടുന്തോറും അത് അളക്കുവാനുള്ള, തൂക്കുവാനുള്ള അളവുകോൽ വളരെ വളരെ സൂക്ഷ്മമായിരിക്കും. ഈ ഒരു ഗ്രാമിനേക്കാളും സൂക്ഷ്മമാണ് പടച്ചവന്റെ പക്കലുള്ള അളവ്. അതെന്താണ്? അതാണ് മിസ്കാലു ദർറ. അതിനേക്കാളും ചെറിയ അതിസൂക്ഷ്മമായ അളവില്ല. നമ്മുടെ സങ്കല്പത്തിലുള്ള ഏറ്റവും ചെറിയ അളവ് ഒരു ഗ്രാമാണ്. ആ ഗ്രാമിനെ വീണ്ടും 1000-ഓ 10,000-ഓ ഒക്കെ അംശങ്ങളാക്കിയാൽ വളരെ മൈക്രോഗ്രാമായി നമ്മൾ കാണുന്നതിന്റെയും അപ്പുറത്താണ് അല്ലാഹുവിന്റെ അളവ്, മിസ്കാലു ദർറ. അതിന്റെ ചുരുക്കം എത്ര വളരെ വളരെ ചെറിയ ഒരു പ്രവർത്തനമാണെങ്കിൽ പോലും അല്ലാഹുവിന്റെ പക്കൽ അളക്കുവാനുള്ള, തൂക്കുവാനുള്ള സംവിധാനം അതിനുണ്ട് എന്നർത്ഥം. നമ്മുടെ കണ്ണിൽപ്പെടാത്തതും മറ്റുള്ളവർക്ക് ബോധിപ്പിക്കാൻ പറ്റാത്തതും രേഖപ്പെടുത്താൻ പറ്റാത്തതുമൊക്കെ പടച്ചവന്റെ പക്കൽ വളരെ കൃത്യമായി സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഏത് അമലുകളെ പറ്റി പറയുമ്പോഴും അണുമണി തൂക്കം,
അല്ലെങ്കിൽ കടുകുമണി തൂക്കം എന്നൊക്കെ ഖുർആൻ പ്രത്യേകമായിട്ട് എടുത്തു പറയാനും കാരണം എന്ത് ചെയ്തിരുന്നാലും അത് നഷ്ടപ്പെട്ടു പോവുകയില്ല എന്നാണ്. സൽപ്രവർത്തനങ്ങൾക്ക് പ്രചോദനമായി രണ്ടാമതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറയുന്നത് മനുഷ്യർക്കിടയിൽ നമ്മുടെ വ്യക്തിത്വം എങ്ങനെ അടയാളപ്പെടുത്തണം എന്ന കാര്യമാണ്. അതായത് ആളുകൾക്കിടയിൽ നമ്മൾ ജീവിക്കുന്ന നിലകൊള്ളുന്ന സമൂഹത്തിൽ എല്ലാം കൊണ്ടും സ്വീകാര്യനായിരിക്കാൻ ഒരു മുസ്ലിം എന്ന നിലക്ക് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. എല്ലാവരും നമ്മളെപ്പോലെ ഈമാനും ഇസ്ലാമും ഉള്ളവരാവണമെന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്നത് ഒരു ബഹുസ്വര സമൂഹത്തിലാണ്. വിവിധ ജാതികളും മതങ്ങളും വിശ്വാസങ്ങളും ഒക്കെയുള്ള സമൂഹത്തിലാണ്. എന്നാൽ പോലും അവിടെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഈ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാക്കാവുന്ന വ്യക്തിത്വം അത് ഒരാൾക്ക് വളരെ അതുല്യമായി ഉണ്ടാക്കാൻ സാധിക്കും. അയാളെ എല്ലാവരും ബഹുമാനിക്കും. അയാളുടെ മനസ്സ് എല്ലാവർക്കും ദൂരെ നിന്ന് വായിക്കാൻ സാധിക്കും. അങ്ങനെ സൽപ്രവർത്തനങ്ങളിലൂടെ ഇസ്ലാമിന്റെ മാതൃകയായ ഒരു നല്ല വ്യക്തിത്വം ഉണ്ടാക്കണം എന്നതാണ് പ്രവർത്തനങ്ങളുടെ ലക്ഷ്യമായി റസൂലുള്ളാഹി അറിയിക്കുന്നത്. ഖത്താദ റളിയല്ലാഹു അൻഹു അതിലേക്ക് ഒരു ഉപദേശവും കൂടി നൽകുന്നുണ്ട്. മാ അഖ്ബല അബ്ദുൻ ഇലല്ലാഹി ഇല്ലാ വഅഖ്ബലല്ലാഹു ഖുലൂബൽ ഇബാദി ഇലൈഹി. ഒരു മനുഷ്യൻ അവന്റെ ഹൃദയവും മനസ്സും അമലുകളുമായിട്ട് അല്ലാഹുവിലേക്ക് സമർപ്പിക്കുകയാണെങ്കിൽ മറുഭാഗത്ത് മനുഷ്യരുടെ മനസ്സ് അല്ലാഹു അവരിലേക്ക് അടുപ്പിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ ഈ രൂപത്തിൽ ആളുകൾക്കിടയിൽ നല്ലവനാവാൻ വേണ്ടി അവർക്കിടയിൽ നല്ല മാർക്ക് കിട്ടാൻ വേണ്ടി ചമയണം എന്നല്ല അർത്ഥം. സ്വാഭാവികമായും ആത്മാർത്ഥമായി അല്ലാഹുവിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതിന്റെ ഒരു റിസൾട്ട് എന്നോണം ഇവിടെ തന്നെ ആ മനുഷ്യൻ അംഗീകരിക്കപ്പെടും എന്നാണ് അർത്ഥം. അങ്ങനെ അയാൾക്ക് കിട്ടുന്ന അംഗീകാരം കേവലം അയാൾക്ക് മാത്രമായിരിക്കുകയില്ല, അയാളുടെ പ്രവർത്തനങ്ങൾക്കും ആ പ്രവർത്തനങ്ങളുടെ പിന്നിലുള്ള ഈമാനിനും ഇസ്ലാമിനും മതത്തിനും റസൂലുള്ളാഹിക്കും ഒക്കെ അയാളിലൂടെ യഥാർത്ഥത്തിൽ സമൂഹത്തിൽ അംഗീകാരം കിട്ടുകയാണ്. ഇങ്ങനെ ഇസ്ലാമിന്റെ ഏറ്റവും നല്ല മാതൃക എന്ന നിലക്കുള്ള വ്യക്തിത്വമാണ് സൽപ്രവർത്തനങ്ങളിലൂടെ ഒരു മനുഷ്യൻ കാക്ഷിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് തന്നെ സൽപ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടുപോകുന്ന വിഷയത്തിൽ ഒരു തരത്തിലുള്ള അലംഭാവം, സമയം പോക്ക് അല്ലെങ്കിൽ നീട്ടിവെക്കൽ ഇതൊന്നും പാടില്ല എന്ന് കൂടി ഖുർആൻ പറയുന്നുണ്ട്. ഖുർആൻ പറയുന്നത് പ്രവാചകന്മാരുടെ ചരിത്രവും പാരമ്പര്യവും ഉദ്ധരിച്ചുകൊണ്ടാണ്. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത് വയദ്ഊനനാ റഗബൻ വറഹബ. പ്രവാചകന്മാരായ ആളുകൾ, അവരുടെ പിൻഗാമികളായ ആളുകൾ ഒക്കെ വളരെ മത്സരപൂർവം അല്ലാഹുവിലേക്ക് പുണ്യങ്ങളുമായി നടന്നെടുക്കുകയായിരുന്നു. മുസാറ, മത്സരിച്ചുകൊണ്ട് മുന്നേറുക. ഒരുപാട് ആളുകൾ മത്സരിക്കാൻ ഉണ്ടാകുമ്പോഴാണ് ഓരോരുത്തർക്കും അവനവൻ മുമ്പിലെത്തണം എന്ന ചിന്തയുണ്ടാവുക. അവിടെയാണ് ഓരോ നിമിഷവും പ്രധാനപ്പെട്ടതാവുക. ഓട്ടമത്സരത്തിൽ ഒന്നാമനായി, രണ്ടാമനായി, മൂന്നാമനായി, നാലാമനായി ഒക്കെ എത്തുന്ന കായിക താരങ്ങൾക്കിടയിൽ ഏതാനും സെക്കൻഡുകൾ മാത്രമായിരിക്കും വ്യത്യാസം. പക്ഷേ രണ്ടാമനേക്കാളും 2 സെക്കൻഡ് മുമ്പ് ഒന്നാമൻ എത്തി എന്നതാണ് അയാൾ വിജയിക്കാനും താരമാവാനും കാരണം. ഈ ഒരു മത്സര ബുദ്ധി യഥാർത്ഥത്തിൽ സൽപ്രവർത്തനങ്ങളിലും ഉണ്ടാവണം എന്നതാണ് പ്രവാചകന്മാരുടെ പാരമ്പര്യമായിട്ട് അതിൽ അനുകരിക്കാൻ വേണ്ടി ഖുർആൻ നമ്മെ അറിയിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതിവേഗത്തിലും അതിശീഘ്രമായും ശക്തമായും പ്രവർത്തനങ്ങളിലൂടെ മുന്നേറി ഒരേ സമയത്ത് ജനങ്ങൾക്കിടയിലും അല്ലാഹുവിന്റെ പക്കലും
സർവ സ്വീകാര്യനായിരിക്കുക എന്നതാണ് ഈ സൽപ്രവർത്തന പരമ്പരയുടെയും പാരമ്പര്യത്തിന്റെയും ആകത്തുകയായിട്ട് നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത്. അത്തരത്തിലുള്ള നല്ല ചിന്തയും പ്രവർത്തന താല്പര്യവും മറന്നു പോവാതെ നമ്മൾ സൂക്ഷിക്കുക, അത് ജീവിതത്തിൽ നിലനിർത്തുകയും ചെയ്യുക. അല്ലാഹു നമ്മെ എല്ലാം അവന്റെ എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ നുസല്ലി വനുസല്ലിമു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം റസൂലുള്ളാഹി പറയുന്നത് ഹുസ്നുൽ ഖാത്തിമ, നമ്മളുടെ അവസാനം നന്നായിരിക്കണം. എപ്പോഴാണോ ജീവിതം അവസാനിക്കുന്നത് ആ ഒരു സന്ദർഭം എല്ലാം കൊണ്ടും മനോഹരമായിരിക്കണം, ഈമാനികമായി അല്ലാഹു തൃപ്തിപ്പെടുന്നതായിരിക്കണം, അവൻ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുന്നതുമായിരിക്കണം. ഹുസ്നുൽ ഖാത്തിമ റസൂലുള്ളാഹി പലപ്പോഴും പറയാറുണ്ട്, ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം. ഒരു മനുഷ്യന്റെ ഏറ്റവും അവസാനത്തെ മനോഗതി എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും അയാളുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുക. ഒരുപാട് കാലം നല്ലവനായി ആരാധനയിൽ മുഴുകി ഭക്തിയുണ്ടായി, പക്ഷേ അവസാനം വെച്ച് അതെല്ലാം ഒഴിവാക്കി. അങ്ങനെയുള്ള ആളുകൾ നമുക്ക് കാണാൻ പറ്റും. അതോ അവസാനത്തോ അയാൾ എല്ലാം കൊണ്ടും ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി ഇസ്ലാമിക വിരുദ്ധനായി തീർന്നു വന്നു. അപ്പോൾ മുസ്ലിമിന്റെ പ്രാർത്ഥനയിലും അവന്റെ സജീവ ചിന്തയിലും ഉണ്ടാവേണ്ടത്, പടച്ചവനെ എന്റെ അന്ത്യ സന്ദർഭം നീ ഏറ്റവും നന്നാക്കി മികച്ചതാക്കി മാറ്റണമേ എന്നതായിരുന്നു. പല പ്രാർത്ഥനകളിലും ആ ഒരു വാക്ക് തന്നെ ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുസ്നൽ ഖാത്തിമ. ജീവിതത്തിന്റെ അവസാന സന്ദർഭം വളരെ മികച്ചതാക്കണമേ എന്നതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ മരണം എപ്പോഴാണ് സംഭവിക്കുക എന്നതറിയില്ല. എവിടെ വെച്ച് സംഭവിച്ചാലും എല്ലാം കൊണ്ടും തൃപ്തികരമായ, പടച്ചവന്റെ പക്കൽ ഒരു കുറ്റം പറയാനില്ലാത്ത രൂപത്തിൽ സംതൃപ്തമായ വേർപാടായിരിക്കണം ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മൾ ആഗ്രഹിക്കേണ്ടത്, ഉണ്ടാവേണ്ടത്. നമ്മൾ മരിച്ചാൽ ഈ ലോകത്ത് ഒന്നും സംഭവിക്കുകയില്ല. ലോകം അതിന്റെ സാധാരണ പ്രവർത്തനങ്ങൾ മുറപോലെ നിർവഹിച്ചുകൊണ്ടേയിരിക്കും. കുറച്ചൊക്കെ ആളുകൾ നമ്മൾ മരിച്ചല്ലോ എന്ന് പറഞ്ഞ് 1-2 ദിവസം ദുഃഖിക്കും. നമ്മൾ ഇന്ന് വരെ ചെയ്തു വച്ചിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ മരിച്ചാൽ വേറെ ആരെങ്കിലൊക്കെ ആയിട്ട് ഈ ലോകത്ത് നിർവഹിക്കുകയും ചെയ്യും. ഒന്നും ഇന്ന ആള് മരിച്ചുപോയി എന്നതുകൊണ്ട് മുടങ്ങിപ്പോവുകയില്ല. നമ്മളുടെ സമ്പത്തും കാര്യങ്ങളൊക്കെ അനന്തരാവകാശികളും മക്കളും ഒക്കെ വീതം വെച്ചെടുക്കും. കുറച്ചുകൂടി കാലം വളരെ അടുത്ത ആളുകൾ, ബന്ധുക്കൾ, ഭാര്യ, ഭർത്താവ്, മാതാപിതാക്കൾ, മക്കളൊക്കെ സങ്കടപ്പെട്ട് കരഞ്ഞ് സമയം തീർക്കുമായിരിക്കും. അതും മറന്നുപോകും. അതെല്ലാം അങ്ങനെയാണെങ്കിലും നമുക്കെന്തുണ്ട്? ഇതെല്ലാം മണ്ണിന് മുകളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. മണ്ണിന് താഴെ കിടക്കുന്ന നമുക്ക് ഈ പറഞ്ഞതൊന്നും ഉപകരിക്കുകയില്ല. അവിടെയാണ് റസൂലുള്ളാഹി പറഞ്ഞ ഖവാത്തി, അവസാനമായും നാം എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഏത് അമല് ചെയ്യുമ്പോഴായിരുന്നുവോ പടച്ചവൻ നമ്മളെ തിരിച്ചു പിടിച്ചത്, ആ ഒരു വിഷയം വളരെ ഗൗരവത്തോടു കൂടെ പരിഗണിക്കപ്പെടുക എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ ഇസ്ലാം തുടങ്ങിയത് വളരെ നല്ല രൂപത്തിലാണ്. നമ്മളൊക്കെ കാര്യബോധം വെച്ച് ബുദ്ധിയുണ്ടായി ആ സന്ദർഭം മുതൽ തന്നെ ഇസ്ലാമികമായി ജീവിക്കുന്നു. നമസ്കാരം, പുണ്യങ്ങൾ, കാര്യങ്ങൾ, ഖുർആനൊക്കെയായിട്ട് ജീവിതം ഒരു പതിവ് ശൈലിയിലേക്ക് ഇസ്ലാമികമായി കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആയിരിക്കണം മരണം വരെയും എന്നത് ഒരു ചെറിയ കാര്യമല്ല, വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് നാം കാണേണ്ടത്. സമൂഹത്തിൽ പലപ്പോഴും ഉണ്ടാവുന്ന അഴിഞ്ഞാട്ടങ്ങൾ,
ആഭാസങ്ങൾ, സമയം പോക്കുവാൻ വേണ്ടി നമ്മളുടെ ആളുകൾ, പ്രത്യേകിച്ച് കുട്ടികളും യുവാക്കളും ഒക്കെ ഏർപ്പെട്ടിരിക്കുന്ന പല പ്രവർത്തനങ്ങളും, അത്തരം സന്ദർഭങ്ങളിലാകുന്നു അല്ലാഹു നമ്മളെ തിരിച്ചു വിളിക്കുന്നത് എങ്കിൽ അത് ഈ പറഞ്ഞ ഒരു പുണ്യം നഷ്ടപ്പെടാൻ കാരണമാണ്. പ്രത്യേകിച്ച് നമ്മൾ നിൽക്കുന്നത് ഒരു വർഷം അവസാനിക്കുകയും മറ്റൊരു വർഷം തുടങ്ങാനിരിക്കുകയും ചെയ്യുന്ന സമയത്താണ്. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിന് ഇസ്ലാമികമായിട്ടോ വിശ്വാസപരമായിട്ടോ ഒരു പ്രത്യേകതയുമില്ല. ഇന്നത്തേത് പോലെ തന്നെയാണ് ഡിസംബർ 31 പോലെ തന്നെയാണ് ജനുവരി 1. കലണ്ടർ ചുമരിൽ പേജ് മാറ്റുന്നു, പുതിയ കലണ്ടർ തൂക്കുന്നു എന്നതല്ലാതെ കാര്യമായിട്ട് നമ്മുടെ ജീവിതത്തിലൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ അതിന് അനാവശ്യമായ വളരെ കൂടുതലായ പ്രാധാന്യമാണ് സമൂഹവും ഒക്കെ കൽപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഒരു പ്രാധാന്യം ഏതെങ്കിലുമൊക്കെ തലത്തിൽ ആവശ്യമായിരിക്കാം. എന്നാൽ പോലും ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മളുടെ മുസ്ലിം ഐഡന്റിറ്റിയെ പരിക്കേൽപ്പിക്കുന്ന രൂപത്തിലുള്ള വിനോദ ആഭാസ പ്രവർത്തനങ്ങൾക്ക്, പൈശാചികമായ ചിന്തകളിലേക്ക് ഈ ഒരു സന്ദർഭം വഴിമാറാൻ പാടില്ല എന്നത് വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കളെയും യുവാക്കളെയും ഒക്കെ ആ ഗൗരവത്തിൽ തന്നെ അതിനെ പറഞ്ഞ് അറിയിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ജീവിതം പരമാവധി ആഘോഷിക്കുക എന്നത് പുതിയ കാലത്തിന്റെ ഒരു ട്രെൻഡാണ്, ഒരു പ്രവണതയാണ്. ആ ആഘോഷങ്ങളിലും നല്ലതും ചീത്തയും ഉണ്ടായിരിക്കാം, പൂർണ്ണമായിട്ട് നമ്മൾ കുറ്റപ്പെടുത്തേണ്ടതില്ല. എന്നാൽ പോലും നമ്മുടെ ഇസ്ലാമിനെയും സംസ്കാരത്തെയും ഈ പറഞ്ഞ സമയബന്ധിതമായി നിർവഹിച്ചിരിക്കേണ്ട അഴമാലുകളെയും പ്രവർത്തനങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്ന രൂപത്തിലുള്ള ഒരു ആഘോഷ വിനോദ വിസ്മയ പരിപാടികൾക്കും നമ്മൾ കൊല്ലം മാറുന്നു, സമയം മാറുന്നു എന്നതിന്റെ പേരിൽ നീട്ടിവെക്കാനും പ്രവർത്തനങ്ങൾ വെട്ടിച്ചിരുക്കുവാനും വേണ്ടാത്തതിലേക്ക് മനസ്സിനെയും ചിന്തയെയും കൊണ്ടുപോകുവാനും പാടില്ല എന്നതാണ് ഈ സന്ദർഭത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ അവസാനം ആദ്യം എങ്ങനെയാണോ നന്നായത് അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാളേറെ അന്ത്യനിമിഷങ്ങൾ നന്നാക്കിയെടുക്കുവാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നമ്മൾ സ്വീകരിക്കുക. അല്ലാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ തെറ്റുകളിൽ നിന്നും അനാവശ്യമായ ചിന്തകളിൽ നിന്നും അല്ലാഹു ഇഷ്ടപ്പെടാത്ത സംസ്കാരങ്ങളിൽ നിന്നും പടച്ചവൻ നമ്മയും നമ്മുടെ മക്കളെയും ഒക്കെ സംരക്ഷിച്ച് അവന്റെ നീതിൽ ഉറപ്പിച്ചു നിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്ക് മുമ്പ് അല്ലാഹുവിന്റെ പക്കലേക്ക് എത്തിയിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്കുമെല്ലാം പടച്ചവനെ നീ മഹഫറത്ത് നൽകി അവരുടെ കബറിടങ്ങൾ വിശാലമാക്കി അനുഗ്രഹിക്കണം. അസുഖമായി കിടക്കുന്ന പല സുഹൃത്തുക്കളും ആശുപത്രിയിലുണ്ട്. അവർക്കെല്ലാം വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാഹു അവർക്ക് ശിഫ നൽകി ആശ്വാസം നൽകി ശരീരത്തിനും മനസ്സിനും നല്ല സന്തോഷത്തോടു കൂടെ ജീവിക്കുവാൻ ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم ربنا تقبل منا دعاءنا إنك أنت السميع العليم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.